ഓണം പടിവാതിൽക്കൽ എത്തിയതോടെ കൂത്തുപറമ്പ് നഗരവും ഓണത്തിരക്കിലായി. ഓണത്തിനാവശ്യമായ സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാണ് ജനങ്ങൾ. കൂത്തുപറമ്പിലെ ഓണത്തിരക്കിന്റെ കാഴ്ചകൾക്കൊപ്പം വിശേഷങ്ങളും അറിയാം. ഞങ്ങളുടെ പ്രതിനിധി തേജസ്വിനി മാറോളി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓണം പടിവാതിൽക്കൽ എത്തിയതോടെ കൂത്തുപറമ്പ് നഗരവും ഓണത്തിരക്കിലാണ്. ഓണത്തിനാവശ്യമായ സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാണ് ജനങ്ങൾ. കൂത്തുപറമ്പ് നഗരത്തിലെ ഓണത്തിരക്കിനൊപ്പം വിശേഷങ്ങളിലേക്കും. നമ്മളിപ്പോൾ ഉള്ളത് കൂത്തുപറമ്പ് നഗരസഭയുടെ സ്റ്റേഡിയത്തിലാണ്. കൂത്തുപറമ്പ് നഗരത്തിലെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാനായി വഴിയോര കച്ചവടങ്ങളൊക്കെ സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വർഷം എങ്ങനെയാണ്? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തിരക്ക് കൂടുതലാണോ കുറവാണോ? കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ തിരക്കുമുണ്ട്. അതുപോലെ തന്നെ സ്റ്റാളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ കൂത്തുപറമ്പ് പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ജനത്തിരക്കേറിയ ഒരു പട്ടണമാണ്. അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള സ്ഥലപരിമിതിയില്ല. അപ്പോൾ കൂത്തുപറമ്പ് പട്ടണത്തിലെ ഓണത്തിരക്ക് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ 10 വർഷത്തിലധികമായി നഗരസഭയുടെ നേതൃത്വത്തിൽ ഇതുപോലെ എല്ലാ സാധനങ്ങളും വഴിയോര കച്ചവടക്കാർ, പൂക്കച്ചവടക്കാർ, കുടുംബശ്രീ പ്രവർത്തകന്മാർ ഇവരെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഇതുപോലുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കൂത്തുപറമ്പ് പട്ടണത്തിലെ ഇപ്പോൾ ഓണത്തിരക്ക് ഫുട്പാത്തിലടക്കം സാധനങ്ങൾ വെച്ചുകൊണ്ട് കച്ചവടം നടത്തി കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് നടന്നു പോകാനുള്ള വഴി ഇല്ലാത്ത സ്ഥിതി ഉണ്ടാകുമെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് ഇതുപോലുള്ള കൂത്തുപറമ്പ് സ്റ്റേഡിയത്തിനകത്ത് ഇതുപോലുള്ള സംവിധാനം കൂത്തുപറമ്പ് നഗരസഭ ഒരുക്കിയിട്ടുള്ളത്. ഇപ്രാവശ്യം മോശമൊന്നുമില്ല, കച്ചവടം നല്ല കച്ചവടം. വിലയെല്ലാം സാധാരണ ആവറേജ് വില തന്നെ, കൂടുതലായിട്ടൊന്നുമില്ല. കണക്കായ വില. ഇപ്പൊ 2 ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു. ഇനിയിപ്പോ ഇന്നത്തെ കണ്ടറിയണം. ഇതുവരെ മോശമൊന്നുമില്ല. ഈ വർഷത്തെ കച്ചവടം സ്റ്റാർട്ടായി വരുന്നേ ഉള്ളൂ. ഒന്നാമത് വില വർധന ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പം മൈസൂരൊക്കെ മാർക്കറ്റിൽ നമ്മൾ 2 ദിവസം മുമ്പ് എടുത്ത പൂവിന് ഇന്ന് 4 ഇരട്ടി വിലയാണ്. അതുപോലെ പൂവ് കിട്ടാത്തൊരവസ്ഥ നിലവിൽ മാർക്കറ്റുകളിലുണ്ട്. അതിൻ്റെയൊക്കെ ഇവിടെ ബാധിച്ചിട്ടുണ്ട്, വില കൂടുതലായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജനങ്ങളിൽ ഇപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളുമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ബാധിച്ചിട്ടാണ് ഇപ്പോൾ കച്ചവടം കുറച്ച് കുറവാണ്. ഇപ്പം ഇന്നും നാളെയും കൊണ്ട് കച്ചവടം പിടിക്കാമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാട്ടി പൂ കുറവാണ്. ഒന്നാമത് മഴ കുറവല്ലോ, കേരളത്തിലും മഴ കുറവാണ്, അതുപോലെ കർണാടകത്തിലും മഴ കുറവാണ്. അതുകൊണ്ട് പൂവില്ല, പൂ കുറവാണ്. പിന്നെ അതുപോലെ വരലക്ഷ്മി ഹബ്ബ, അടുത്ത മാസം ഗണേശ് ഹബ്ബ. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ കർണാടകക്കാർക്ക് പൂ വേണ്ടത് കൊണ്ട് കേരളക്കാർക്ക് ഇപ്രാവശ്യം പൂ കുറവാണ്. ലഭ്യതക്കുറവ് വിപണിയെ ചെറിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെങ്കിലും ഓണത്തിന്റെ ആവേശം ഒട്ടും ചോരാതെയാണ് ജനങ്ങളുള്ളത്. ഈ വർഷത്തെ പൂവെല്ലാം കുറച്ച് വില കൂടുതലുണ്ടെങ്കിൽ എല്ലാം അടിച്ചു പൊളിക്കൽ തന്നെ. വില കൂടുതലല്ലേ? എന്തായാലും ഇപ്പൊ നമ്മൾ വാങ്ങൂല. എല്ലാ സാധനത്തിനും വില കൂടി ഓരോ കൊല്ലം കഴിയുമ്പോൾ കൂടി വരികയല്ലേ ചെയ്യാ. അപ്പൊ പിന്നെ കൂടുതൽ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ വാങ്ങിക്കും. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. അവര് കൊണ്ടുവരുമ്പോ അത്രയും റിസ്ക് എടുത്തിട്ടില്ലേ, അപ്പൊ അതനുസരിച്ച് നമ്മളും വാങ്ങണ്ടേ. പണത്തിന്റെ പ്രയാസമുണ്ട്. എന്നാലും ഇപ്പൊ 2 ദിവസമായിട്ട് തിരക്ക് കൂടിയിട്ടുണ്ട്. ടൗണിൽ പൊതുവെ തിരക്കുകൾ കുറവായിരുന്നു ഇത്രയും ദിവസം. സാധാരണ ചന്തകളും മറ്റേ പൂവിൻ്റെ ഇടയ്ക്കും എല്ലാം ഇപ്പം വലിയ കുഴപ്പമില്ലാതെ ഇതായി വന്നിട്ടുണ്ട് ഇന്ന് മുതൽ.
വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും നല്ല ജനത്തിരക്കാണ്. ഓണം നല്ല തിരക്കാണ്, എല്ലാവരും തിരക്കാണ്. നല്ല ഓണമായിരിക്കും വിചാരിക്കും. ആ ബുക്കിലുണ്ട്, നല്ല പൈസ വലിയ പൈസ. ഇവിടെ സൂപ്പർ കളക്ഷനാണ്. ഞാൻ വർഷമായിട്ടുള്ള ഇവിടുത്തെ ഡ്രസ്സ് എടുക്കുന്നത്. എൻ്റെ കല്യാണത്തിന് ഡ്രസ്സും പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ഡ്രസ്സ് എടുക്കല്. നല്ല കളക്ഷൻ. കൂത്തുപറമ്പും പൊന്നോണത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനൊപ്പം തേജസ്വിനി മാറോളി, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.